ഹായ് ഫ്രണ്ട്സ്, കാശിമോൻ നല്ല കളിയിലാട്ടോ മക്കളെ കൂടെ. അവൻ നന്നാക്കി കളിക്കട്ടെ. അങ്കിയൊക്കെ കുടിച്ചിരിക്കുകയാണ്. അവന് ചെറിയ ഉറക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാശിമോനൊന്ന് ഉറക്കണം, എന്നിട്ട് വേണം എനിക്കും തുമ്പിമോക്കൊക്കെ ഒന്ന് മാറ്റാൻ. തുമ്പിമോള് കണ്ടോ ഒറ്റയ്ക്കൊക്കെ മാറ്റി ആൾ സെറ്റാവാണ് കേട്ടോ. എന്താ അവൾ പൗഡറും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവളുടെ വളയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടുകയാണെ നോക്കിയും കണ്ടൊക്കെ അവൾ ശ്രദ്ധിച്ച് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കേട്ടോ. കാശിമോനാണെങ്കിൽ നല്ല ഉറക്കമാണ്. ഞങ്ങൾ മാറ്റി കഴിഞ്ഞിട്ട് വേണം അവനെ വിളിക്കാൻ. അതിനിടയിൽ ഞാനും വേഗം മാറ്റി. കാശിമോനെ അമ്പലത്തിൽ പോണ്ടേ? കാശി മേലെ വയ്ക്കണോ? ഓന്റെ കൈ കൊടുക്ക്. ഓൻ്റെതാണ് കൊടുക്ക്. ഓന്റെ കൈ കൊടുക്ക്. അതിനാണ് കൊടുത്തേക്ക്. സാറ് കണ്ടേ കൊടുത്ത് ഓനെ മേലെ വയ്ക്കണടാ. ഗുഡ് മോർണിംഗ്. ചേച്ചി മാറ്റി, അമ്മയും മാറ്റി. കാശി സുന്ദരനായോ? എൻ്റെ മുടിയൊക്കെ കേടാക്കേ. അങ്ങനെ കാശീനെ മേലൊക്കെ കഴുകിച്ച് അവന് മത്തൻ പുഴുങ്ങി വെച്ചിന്. അപ്പം അതൊക്കെ ഒന്ന് ഉടച്ച് അവന് കൊടുക്കാൻ വിചാരിക്കുക. ഇനി ഈ കാവിലൊക്കെ പോയി എപ്പോഴാണ് കഴിച്ചിലാവാന്ന് അറിയില്ല. കുറച്ച് ലേറ്റ് ആവും, രാത്രിയാവും എത്താൻ. അപ്പോൾ അതാ മത്തനൊക്കെ ഉടച്ച് ആൾക്ക് കൊടുക്കുകയാണ് കേട്ടോ. ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കണം. രാത്രി ആകുമ്പോൾ അവന് പിന്നെ വിശക്കല്ലോ, അങ്ങനെ കൊടുക്കാനൊന്നും പറ്റൂല. അതിനെന്താ എങ്ങനെയെങ്കിലും ഉടച്ച് ആളെ കുമ്പിക്കൊന്ന് നിറച്ചിട്ട് വേണം പോകാൻ. തുമ്പിക്ക് പിന്നെ ചായയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവളുടെ കാര്യം ഓക്കെയാണ് കേട്ടോ. പക്ഷെ കാശിക്ക് കുടിക്കാൻ കുറച്ച് കുടിച്ചപ്പോൾ തന്നെ അവന് കുടിക്കാൻ നല്ല മടിയുണ്ട് കേട്ടോ. എന്നാലും എങ്ങനെയെങ്കിലും അവൻ്റെ കുമ്പയിൽ എത്തിക്കണം. കണ്ട വായിൽ വെച്ച് നിൽക്കുകയാണ്. കണ്ട മുഖമൊക്കെ തിരിക്കാനും ഇപ്പം ഭക്ഷണം തട്ടിത്തെറിപ്പിക്കാനും മടി കാണിക്കാനും ഒക്കെ നന്നാക്കി പഠിച്ചിട്ടുണ്ട് കേട്ടോ. അവനെ പറ്റിച്ചിട്ട് അവന് കൊടുക്കാൻ പറ്റുള്ളൂ. വെള്ളം ആൾ കുടിച്ചുള്ളൂ. അങ്ങനെ വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് അവനെങ്ങനെയെങ്കിലും 2-3 സ്പൂണും കൂടി ഞാൻ കുടിപ്പിക്കും. കണ്ടോ ഭയങ്കര വാശിയാണ് കുടിക്കേണ്ട കാര്യത്തിനൊക്കെ. അപ്പം വെള്ളം അവന് കൊടുത്തപ്പോൾ ആളൊക്കെ വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ 1 സ്പൂണും കൂടി ഞാൻ അവനെ കൊണ്ട് കുടിപ്പിച്ച്. അപ്പം തന്നെ അവൻ്റെ സ്വഭാവം നന്നാക്കി മാറിയിട്ടുണ്ട്. എന്നാലും ഞാൻ പിന്നെ അതിൽ നിർത്തിയിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് കാശിമോനെ നമുക്ക് മാറ്റിക്കണം. അവന് മുണ്ടും അവന് ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിടേണ്ടത്. അങ്ങനെ എന്താ മുഖമൊക്കെ കഴുകി മേല് കഴുകിച്ചിട്ടാണ് അവന് മത്തം കൊടുത്തത്. അത് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി ആളെ മാറ്റിക്കാണ് കേട്ടോ. മുണ്ടാണ് നമുക്ക് കൊടുക്കേണ്ടത്. അവന് 2-3 മുണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി ഏതാ മുണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് മുണ്ട് ഉടുപ്പിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് വേണം അവന് ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ. മുണ്ട് ഉടുപ്പിക്കൽ ടാസ്ക്കാണ്. കട്ടുമ്പോൾ കിടത്തിട്ടാൽ എളുപ്പമായിന്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കണോണ്ട് ഇവിടുന്ന് ഇടിക്കാൻ വിചാരിച്ച്. അതാ അവന് മുണ്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത്. അതിൻ്റെ ഇടയിൽ തുമ്പിനോട് ഞാൻ ചീർപ്പ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞിനി. അപ്പോൾ അവൾ ചീർപ്പൊക്കെ എടുത്ത് വന്നതാണ്. വീട്ടിൽ നിന്ന് ചെയ്യിക്കോ. നമ്മൾ അമ്പലത്തിൽ പോലെ കാവ് പോലെ അപ്പ എവിടെയാ അമ്മ ചെയ്യുമ്പോ എനിക്ക് ചീർപ്പ് ഇവിടെ ഉണ്ട്. കാശിന്റെ തലയും ഇവിടെ ഉണ്ട്. വാവില്ല, കാശിക്കുഞ്ഞനാണ്. കാശിക്കുഞ്ഞൻ പൊട്ടതോടെ കാക്കേന്ന് തത്തേന്ന് ഇയാണ് കാക്ക. അപ്പൊ ബൂട്ടി കുത്തിട. ബൂട്ടി കുത്തി ബ്യൂട്ടി കുത്തി പൗഡർ ഇടാം. അതൊക്കെ പറ്റില്ല. കാശിന്റെ ആണ്ട് പറ്റൂല. മോന് വലിയ കളിക്കാരനാട്ടോ. ഞങ്ങൾ കൂടെ വന്ന് ഫുട്ബോളൊക്കെ കളിച്ചു. ഷർട്ട് ഇത് കൊള്ളുവോ? കുഞ്ഞ് ഷർട്ടായി ഉണ്ടാവും. സാരമില്ല, നമുക്ക് അമ്പലത്തിൽ നിന്ന് ഊരാനുള്ള. അങ്ങനെതാ ഞാനും തുമ്പിയും കാശിമോനൊക്കെ റെഡിയായി. അച്ഛനും അമ്മയും മുന്നേ പോയിട്ടുണ്ട്. ഞങ്ങളെ വക ചുറ്റുവിളക്കാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് അച്ഛനും അമ്മയും നേരത്തെ പോയിട്ടുണ്ട്. ഞങ്ങളോടൊരു 5:30-6 മണിക്കാകുമ്പോൾ എത്താനാണ് പറഞ്ഞത്. അങ്ങനെതാ ടാട്ടനും ചേച്ചിയൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ട്. തുമ്പിമോൾ അവളുടെ ചെരുപ്പ് കയറി എടുക്കുകയാണ് കേട്ടോ. അവളുടെ ചെരുപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വീടൊക്കെ പൂട്ടി ഞങ്ങൾ മെല്ലെ ഇറങ്ങാണ് കേട്ടോ. അതാ ഞങ്ങൾ കാവിലേക്ക് പോവാണ്. എല്ലാവരും ഒരുമിച്ചാണ് പോണത്. അങ്ങനെ ഞങ്ങളിതാ കാവിലൊക്കെ എത്തി.
ഒരു 5:30 മുന്നേ തന്നെ ഞങ്ങൾ കാവിലെത്തിയിട്ട്. അപ്പോൾ തന്നെ അവിടെ കുറച്ച് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടതിന്. അച്ഛൻ അവിടെ ഉണ്ട്. അച്ഛനെ കണ്ട പുന്നാരാണ് കേട്ടോ തുമ്പിമോക്ക്. കാശിമോനാണെങ്കിൽ കുട്ടിട്ടാട്ടിൻ്റെ കയ്യിലാണ്. കിച്ചുമോനും ഒക്കെ അവനെ കളിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന് നടക്കണം. അവൻ കൈ പിടിച്ച് നല്ല നടക്കേനി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അവനെ കൊണ്ടുവന്ന സമയത്തൊക്കെ അവനെടുത്ത് നടക്കണേനി. ഇപ്പോൾ ആൾ ഓക്കെയാണ്, നല്ല ഓടി നടക്കാണ്. അച്ഛനെ കണ്ടപ്പോൾ അച്ഛനാണല്ലോ അവനെ കൊണ്ടു നടക്കല്. അച്ഛൻ്റെ അടുത്തേക്ക് പോകാനുള്ള വാശിയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം അച്ഛൻ്റെ കയ്യിലുണ്ടാവും അവൻ. അങ്ങനെ വിളക്കെത്തിക്കേണ്ട സമയം കാര്യങ്ങളൊക്കെ ആയി. അച്ഛനും ചേച്ചിയും ടാട്ടനും മക്കളെല്ലാവരും വന്നവരൊക്കെ വിളക്ക് കത്തിക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അങ്ങനെ ഓരോ സ്ഥലത്തും വിളക്കൊക്കെ കത്തിച്ച്. കാശിമോൻ നടന്നൊന്നും കഴിഞ്ഞില്ല. അവൻ നല്ല നടക്കുന്നുണ്ട്, കൈയൊക്കെ പിടിച്ചിട്ട് എല്ലാ ഭാഗത്തും നടന്ന് നല്ല കളിയിലാണ് കേട്ടോ ആള്. അവന് ആ കല്ലൊക്കെ വേണം, അതിൻ്റെ നടത്തത്തിലാണ്. അങ്ങനെ അവിടെ ഇരിക്കുകയാണ് അവൻ, ആ കല്ല് പെറുക്കാൻ വേണ്ടിയിട്ട്. കാശിമോനാണെങ്കിൽ വല്ലാണ്ട് അലമ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അവൻ ഇങ്ങനെ നടക്കണോണ്ട് ഓരോന്ന് കല്ലാണെങ്കിലും ഇലയാണെങ്കിലും പെറുക്കി അവൻ കുറച്ച് നേരം ഇങ്ങനെ നടന്ന് തരുന്നുണ്ട് കേട്ടോ. വല്ലാണ്ട് വെറീസൊന്നുമില്ല. കുറച്ച് നേരം എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് നേരം ടാറിൻ്റെ കയ്യിൽ, അതൊക്കെ കഴിഞ്ഞ് ചേച്ചീൻ്റെ കയ്യിൽ. അങ്ങനെ മാറി കൈ മാറി അവൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇരുടായി വരുന്നുണ്ട്. അങ്ങനെ ചുറ്റുവിളക്കിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് കാശിമോ പിന്നെയും കൈയൊക്കെ പിടിച്ച് നടക്കണം. അങ്ങനെ ഇരുടായി. ചായയൊക്കെ കുടിച്ച് എല്ലാവരും പോകാനൊക്കെ തുടങ്ങിയിട്ടും ഞങ്ങൾ കുറച്ച് നേരം കൂടി കാവിൽ ആൽത്തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മക്കളാണെങ്കിൽ നല്ല ഓടി കളിക്കാൻ, ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവർ നല്ല ഓടി കളിക്കാൻ കേട്ടോ. ഞങ്ങൾ മെല്ലെ കാവുന്നൊക്കെ ഇറങ്ങി പ്രസാദം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചുറ്റുവിളക്കായതുകൊണ്ട് പ്രസാദവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി ഞങ്ങൾ മെല്ലെ ഇറങ്ങി കേട്ടോ. ഇന്നാണെങ്കിൽ ഒരു അയ്യപ്പൻ വിളക്കുണ്ട് ഞങ്ങൾ ആ ഏരിയയിൽ. അപ്പോൾ അതൊക്കെ കണ്ട് ഇന്ന് ഞാൻ വീട്ടിലേക്കും പോവാണ്. തുമ്പിമോളെയും കാശീനൊക്കെ കൂട്ടി ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ചുറ്റുവിളക്കൊക്കെ കഴിഞ്ഞിട്ട് പോണ വഴിക്ക് ഞങ്ങൾ അയ്യപ്പൻ വിളക്കിൻ്റെ ഭാഗമായിട്ടുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ കണ്ട് തുമ്പിമോക്കും കാശിക്കും കുറച്ച് കളിക്കണതൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വീട്ടിലെത്തി. ആ മുണ്ടൂരി കൊടുത്തേക്ക്. അങ്ങനെ കാശിൻ്റെ ഡ്രസ്സ് ഊരി അവനെ ഫ്രീ ആക്കി. അപ്പോൾ അതൊക്കെയാണ് പോയ വിശേഷങ്ങൾ. അപ്പോൾ ബൈ.